ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് പസിലായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ പസിൽ സോൾവ് ചെയ്തിട്ടുള്ളൂ. പസിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് 50 പെട്ടികളും 50 കുട്ടികളും ഉണ്ട്. ഓരോ പെട്ടികളെയും ഓരോ കുട്ടികളെയും നമ്മൾ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഓരോ കുട്ടിയും പോയിട്ട് ഈ ഓരോ ബോക്സും ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് 1 മാർക്ക് ചെയ്ത കുട്ടി പോയിട്ട് എല്ലാ ബോക്സസും ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, 2 എന്ന് മാർക്ക് ചെയ്ത കുട്ടി പോയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2ന്റെ മൾട്ടിപ്പിൾസിലുള്ള ബോക്സ് മാത്രം എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ആദ്യത്തെ 1 എന്ന നമ്പറിലുള്ള ആൾ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുന്നു, 2ന്റെ മൾട്ടിപ്പിളുള്ള ബോക്സസ് എല്ലാം ക്ലോസ് ചെയ്യുന്നു. തേർഡ് പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 3ന്റെ മൾട്ടിപ്പിൾസിലുള്ള ബോക്സസിലെല്ലാം പോകുന്നു. എന്നിട്ട് അവിടെ ഓപ്പൺ ആയി കിടക്കുന്ന ബോക്സസ് ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ആയി കിടക്കുന്ന ബോക്സസോ ഓപ്പൺ ചെയ്തിട്ട് പോകുന്നു. ഫോർത്ത് പേഴ്സൺ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. 4ന്റെ മൾട്ടിപ്പിൾസിൽ പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പൺ ആയി കിടക്കുന്നത് ക്ലോസ് ചെയ്യും, ക്ലോസ് ആയി കിടക്കുന്നത് ഓപ്പൺ ചെയ്യും. അങ്ങനെ എല്ലാവരും ഈ 50 വരെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പസിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ 50th പേഴ്സൺ 50ാമത്തെ ആൾ പോയി കഴിഞ്ഞ ശേഷം, ആ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഏതൊക്കെ ബോക്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പസിൽ സോൾവ് ചെയ്തിട്ട് ഉടനെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന്.